ഏകദേശം 1,00,000-ലധികം പേർ ദിവസവും വന്നു പോകുന്ന ലോകത്തിലെ തന്നെ പ്രശസ്തമായ അമ്പലങ്ങളിലേക്കൊന്നാണ് ഇന്ന് നമ്മൾ ഈ പോണത്. എവിടെ മനസ്സിലായില്ലേ? തിരുപ്പതി. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം നമ്മളെ വിളിക്കുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടേക്ക് ദൈവത്തിനെ കാണാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ എന്ന്. അത് കറക്റ്റാണ്. കാരണം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ലാസ്റ്റ് നമുക്കിപ്പോൾ ഈ പോകാനൊരു ചാൻസ് കിട്ടുന്നത്. അത് ഈ പീക്കിരികളുടെ തല മുട്ടടിക്കാൻ വേണ്ടി പോവുക കേട്ടോ. മുടി നമ്മൾ ഡൊണേറ്റ് ചെയ്യാമെന്നാണ് അവിടേക്ക് പറയുക, മുട്ടടിക്കാൻ പറയാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ മുടി കൊടുക്കാനാണ് നമ്മൾ ഈ പോണത്. ഒരു 3-4 ദിവസം നമുക്ക് ഫ്രീ ആണെങ്കിൽ പെട്ടെന്ന് പോയി വരാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പാക്കേജുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ മൈസൂരിൽ നിന്ന് ട്രെയിനിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടീസ് ആദ്യമായിട്ട് ട്രെയിൻ കയറി പോകായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബസ്സിലാണെങ്കിലും അതേപോലെ കോഴിക്കോട് നിന്നൊക്കെ ട്രെയിനാണെങ്കിലും ഒരുപാട് പാക്കേജുകളുണ്ട്. നിങ്ങൾ പോകുമ്പോൾ അത് മാക്സിമം നോക്കി ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. പക്ഷേ പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 3 മാസം മുന്നേ തന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റും അതേപോലെ തന്നെ നമ്മൾ ദർശനത്തിനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് പോയി വരാൻ പറ്റും. നമ്മൾ ഈ ഒരു സ്പെഷ്യൽ എൻട്രി ടിക്കറ്റാണ് 300 രൂപയാണ് ആ ടിക്കറ്റിന് വരിക. അപ്പോൾ അതാണ് നമുക്ക് 3 മാസം മുന്നേ ബുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം അധികം ക്യൂ ഒക്കെ നിന്നിട്ട് വേണ്ടി വരും നമ്മൾ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ഇത്ര നേരം ക്യൂ നിന്ന് ഒരു 5 സെക്കൻഡ് ദർശനം കിട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഫീലിങ്സ് പറഞ്ഞാൽ അത് നിങ്ങളവിടെ പോയി തന്നെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. നമുക്കവിടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലാണ് പോയത്. അപ്പോൾ ഇത് നമ്മുടെ മിന്നു എവനുമായിട്ട് നല്ല അടിപൊളി കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയി. ഒരു ഫുൾ ഡേ നമ്മൾ അവിടെ തന്നെയായിരുന്നു. എൻ്റെ കസിൻസിൻ്റെ വീടാണത്. അപ്പം അവിടെ പോയി അവിടെ ആയിരുന്നു നമ്മളുടെ ആ ഒരു ഫുൾ ഡേ. പിന്നെ ഈ രാജേഷ് ബാവയാണ് നമ്മളെ ദർശനത്തിനൊക്കെ കൊണ്ടുപോയത്. അതേപോലെ വെല്ലിച്ചൻ ഉണ്ടായിരുന്നു. വെല്ലിച്ചനും രാജേഷ് ബാവയും കൂടെയാണ് നമ്മളെ ദർശനത്തിന് കൊണ്ടുപോയതും അവിടെ മൊത്തം നമ്മളെ ചുറ്റി കാണിച്ചതൊക്കെ. പിന്നെ ചേച്ചിമാർ, വെല്ലു എല്ലാവരും ഉണ്ടായിരുന്നു അന്നത്തെ ഫുൾ ഡേ. പിന്നെ ഫുൾ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും നമുക്കങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എടുക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ് അതെടുത്ത് പറയേണ്ട സംഭവമാണ്. എന്താ വെച്ചാൽ അത്രയും പോപ്പുലേറ്റഡ് ആയിട്ട് മീൻസ് അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണത്. എന്നിട്ട് പോലും അത് അവർ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അതേപോലെ നമ്മൾ വരുന്ന ഓരോരോ ആൾക്കാരെയും അവരത് കറക്റ്റ് ഗൈഡ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ തല മുട്ടടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്പെഷ്യൽ കൗണ്ടർ തന്നെ ഉണ്ട്. നമ്മളതൊക്കെ ആദ്യം തന്നെ ബുക്ക് ചെയ്യണം. നമ്മൾ ദർശനത്തിന് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളതൊക്കെ എല്ലാം ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ട്രാവൽ വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഗൈഡായിട്ടോ ഒന്നും എടുക്കണ്ട. ജസ്റ്റ് നമ്മൾ പോയതൊന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. ഇപ്പോൾ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കുക. എന്നുവെച്ചാൽ ഹിന്ദു ഡിവോട്ടീസൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണെന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അത് നിങ്ങൾ പോയി തന്നെ മനസ്സിലാക്കണം. അതൊരു ഭയങ്കര ഫീലാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഹാർഡ് കോപ്പി തന്നെ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. അതേപോലെ ആധാറും കൂടെ എടുക്കണം കേട്ടോ. അത് നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് ദർശനത്തിന് എടുക്കുന്ന ടിക്കറ്റിൻ്റെ അപ്പം ഒരാൾക്ക് ഒരു ലഡു നമ്മളെ തിരുപ്പതിത്തെ ലഡു ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ അത് ഒരെണ്ണം നമുക്ക് കിട്ടും. എക്സ്ട്രാ ലഡു വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. അതേപോലെ തിരുപ്പതി ദർശനം പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ അവിടുത്തെ അന്നദാനം കൂടി കഴിക്കണം. എന്നാലേ നമ്മളെ ദർശനം പൂർണ്ണമാവുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ പോകുന്നവർ നന്നായി ദർശനമൊക്കെ ചെയ്ത് ലഡുവൊക്കെ കഴിച്ച് അന്നദാനമൊക്കെ കഴിച്ച് മാക്സിമം എൻജോയ് ചെയ്തിട്ട് വായോ.